ഇവർ തോറ്റു കഴിഞ്ഞാൽ എന്നിറക്കുന്ന പ്രതിഭാസങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത്തവണ ഒരു 2 എണ്ണം ചെറിയ വെറൈറ്റി അതുകൂടി ഉണ്ട്. നമുക്കിത് കണ്ടാലോ? ഞങ്ങൾ CPIM നേരത്തെ നൽകിയ നിരവധി പരാതികളുടെ കോപ്പികളിലൊന്നാണിത്. ഇതിൽ ഞങ്ങളൊന്ന് പറഞ്ഞത്, ഇവർ തോറ്റ ഒരിക്കലും ഇവർ തോൽക്കാറില്ല, ജനങ്ങളെ തോൽക്കാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം തോൽപ്പിയ ജനങ്ങളല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെന്നുള്ളതാണ് പുതിയ ക്യാപ്സ്യൂൾ. അതാണ് ആദ്യത്തെ പ്രതിഭാസം. ഇത് രണ്ടാമത്തെ പ്രതിഭാസം. അതിലിപ്പോൾ സീനിയർ ബാച്ചിലുള്ള ഒരു മെമ്പറാണ് ഈക്ലോടെ എന്ന് പറയുന്നത്. ഇത് 10 വർഷമായിട്ട് റിസർവിൽ ഉണ്ടായിരുന്ന പുതിയ ബാച്ചാണ്. അവരിപ്പോഴാണ് ഇറങ്ങിയിരിക്കുന്നത്. ദിവസം തോറും തന്നെ ഈ കുരങ്ങന്മാരെ കൊണ്ട് ചുഴിജോര് വാരിക്കൽ. മൂന്നാമത്തെ പ്രതിഭാസം. ഇപ്രാവശ്യത്തെ വെറൈറ്റി ഗ്രൂപ്പ് ഫോട്ടോ. എല്ലാം കഴിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണ പോലെയാണ് അവിടെ ഇരിക്കുന്നത്. ഏറ്റവും വലിയ വെറൈറ്റിയാണ് വരായിരിക്കുന്നത്. നോക്കി നോക്കാം. കുടുംബം അടിക്കണം നിൽക്കുകയാണോ? ഇത്ര കാലമായല്ലേ? ഇപ്പൊ വീണ്ടും തുടങ്ങി. ഇതാണ് വെറൈറ്റി. ആ ചേച്ചിക്ക് കാര്യം പിടികിട്ടി. 10 കൊല്ലമായിട്ട് ഒരു അനങ്ങിയിട്ടില്ല. എപ്പോഴാണ് ഒരു അനങ്ങാൻ തുടങ്ങുന്നത്? കാരണം പിണറായി സർക്കാരായിട്ടുണ്ടാവും. കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഈ ചുളിചോറ് വാരിക്കൽ നിർത്തൂല. കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് 5 വർഷം എക്സ്ട്രാ ലീവുകളുടെ ഘോഷയാത്രയായിരിക്കും. നന്ദി, നമസ്കാരം.